ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അതുല്യ. ഇന്നത്തെ വീഡിയോയുടെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2 മാസം മുന്നേ നമ്മൾ തുടർച്ചയായിട്ട് ഡെയിലി ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അത്യാവശ്യം നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി വീഡിയോ ചെയ്യുന്നുണ്ട്, അതിന് നല്ല വ്യൂസും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും മറ്റുള്ളവർക്ക് മീൻസ് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എപ്പോഴും ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോന് എത്ര റവന്യൂ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോനെ കുറിച്ചിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലോട്ട് വന്നത്. പക്ഷേങ്കിൽ നമ്മൾ യൂട്യൂബിന് ചില പോളിസികൾ പ്രകാരം ചില കാര്യങ്ങൾ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓപ്പണായിട്ട് എങ്ങനെ പറയാൻ പാടുണ്ടോ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. അതാണ് ഈ വീഡിയോ ചെയ്യാൻ ഇത്ര ഡിലേ വന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനലിൽ റവന്യൂ കിട്ടണമെങ്കിൽ ചാനൽ ആദ്യം മോണിറ്റൈസേഷൻ ആവണം. അത് പലർക്കും അറിയുന്നതായിരിക്കും, എന്നാലും കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചിട്ടൊന്ന് പറയാം. മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ കുറച്ച് യൂട്യൂബ് തരുന്ന കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അത് ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത്. അതിന് ബേസിക്കായിട്ട് വേണ്ടത് നമ്മുടെ ചാനലിൽ മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, അതുപോലെ തന്നെ 4000 വാച്ച് അവർ വേണം. അപ്പോൾ അത് നമ്മൾ 365 ദിവസത്തിനുള്ളിൽ ഇത്രയും നേടിക്കഴിഞ്ഞാലാണ് നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ ആവുന്നത്. അതിനുശേഷം നമുക്ക് യൂട്യൂബ് ഒരു മെയിലൊക്കെ അയച്ചു തരും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ആഡ് വരാൻ തുടങ്ങും. അതിനനുസരിച്ചിട്ട് നമ്മുടെ ചാനലിന് റവന്യൂവും കിട്ടിത്തുടങ്ങും. നമ്മുടെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസിന് റവന്യൂ കിട്ടാൻ തുടങ്ങിയിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് ആയിട്ടേ ഉള്ളൂ. അതിന് മുന്നേയൊക്കെ നമ്മൾ ലെങ്തി വീഡിയോ, അതായത് 1 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസിനാണ് കൂടുതലായിട്ട് റവന്യൂ കിട്ടിയിട്ടുണ്ടായത്. എന്നാൽ ഇപ്പോൾ ഷോർട്ട് വീഡിയോസിനും നമുക്ക് ഏണിങ്സ് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇപ്പം നോർമൽ വീഡിയോനെക്കാളും കൂടുതൽ ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ പെട്ടെന്ന് വ്യൂസ് കയറുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് പലർക്കും ഉള്ള സംശയമാണ്, എത്രയാണ് നിങ്ങൾക്കൊക്കെ കിട്ടുന്ന റവന്യൂ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് റവന്യൂ ഒക്കെ കിട്ടുന്ന ചാനൽസ് ഉണ്ടാവും. ഞാൻ ഇന്നിവിടെ പറയുന്നത് എൻ്റെ ചാനലിൽ എനിക്ക് കിട്ടിയിട്ടുള്ള റവന്യൂവിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഈ വീഡിയോയുടെ സൈഡിൽ താഴെ എവിടെയായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് എനിക്ക് കിട്ടിയ ആ വീഡിയോന് കിട്ടിയ വ്യൂസും അതുപോലെ തന്നെ അതിൻ്റെ റവന്യൂ എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ട് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാവും. പലരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എനിക്കതിൽ ഭയങ്കര സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ അറിയാവുന്ന കുറച്ച് പേരൊക്കെ ഇപ്പോൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ ഫസ്റ്റ് എന്താ പറയുക, എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. കാരണം എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാനും ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടായിരിക്കില്ല അവർ വിളിക്കുന്നുണ്ടാവുക. അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ ABCD അറിയാതെയായിരുന്നു. അതായത് എങ്ങനെയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒക്കെ ഞാൻ യൂട്യൂബിൽ നിന്ന് നോക്കിയതായിരുന്നു. അതെൻ്റെ ഡെലിവറി ടൈമിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ വെറുതെ യൂട്യൂബൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് എന്തുകൊണ്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തുകൂടാന്ന് കരുതിയിട്ട് ആ ഒരു മൈൻഡ് സെറ്റിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് റവന്യൂ കിട്ടുമെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീട് ഇതിനോടൊരിഷ്ടം കൂടി വന്നിട്ട് അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മോണിറ്റൈസേഷൻ്റെ കാര്യവും അതിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പോഴും പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണല്ലേ. അപ്പോൾ ഒരുപാട് പേര് അതിൽ ഇപ്പം കൂടുതലായിട്ട് കൊറോണ ടൈമിന് മുന്നെയാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. എന്നാൽ ഇപ്പം അതിനുശേഷം കൊറോണൻ്റെ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് ആളുകൾ യൂട്യൂബിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് അതിനനുസരിച്ചിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അത് ഇഷ്ടത്തോടു കൂടി ചെയ്യുക. ഒരിക്കലും ഒരു ഇൻകം കിട്ടണം എന്നുള്ള ആ ഒരു ഇതിൽ ചെയ്യാതിരിക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നിരാശ ഉണ്ടാവുകയാണ് ചെയ്യുക.
അതായത് ഇപ്പം വീഡിയോ ഒരു 2-3 വീഡിയോ ഇടുമ്പോഴേക്കും നമുക്ക് അപ്പോഴേക്കും ക്യാഷ് കിട്ടണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റോടു കൂടി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അധികകാലം പിന്നെ ആ ചാനൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതാണ് എൻ്റെ സത്യം. ഞാനിവിടെ ഒരിക്കലും പറഞ്ഞല്ലോ ഏണിങ്സ് കിട്ടുന്നുള്ള അറിവോട് കൂടി ചാനൽ തുടങ്ങിയതല്ല, എൻ്റെ ഇഷ്ടത്തോടു കൂടി തുടങ്ങിയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏണിങ്സ് കുറഞ്ഞാലും അതിന് കിട്ടാതെ വന്നു കഴിഞ്ഞാലും എനിക്കതിൽ ഇതുവരെ ഒരു നിരാശ തോന്നിയിട്ടില്ല. കാരണം ഞാൻ അത് കണ്ടുകൊണ്ട് തുടങ്ങിയതല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും വിഷമം തോന്നിയ കാര്യം എന്താ വെച്ചാൽ വീഡിയോ കാണാൻ പറയുമ്പം എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ചാനലുണ്ട്, ഒരു വീഡിയോ കാണണമെന്ന് പറയുമ്പം എല്ലാവർക്കും കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമുക്ക് എത്ര റവന്യൂ കിട്ടുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പലർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അതായിരിക്കും കാണുമ്പോൾ തന്നെ ചോദിക്കുക യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ യഥാർത്ഥത്തിലുള്ള സംഭവം പറയുമ്പം പലരും അത് വിശ്വസിക്കണമെന്നില്ല. ഇനി വിശ്വസിച്ചാൽ തന്നെ പിന്നെ ചോദിക്കുന്നത് പിന്നെ എന്തിനിത് തുടങ്ങിയതാ, എന്തിനാ ഇതിൻ്റെ ആവശ്യമെന്ന് അതായിരിക്കും പിന്നത്തെ ചോദ്യം. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ആയുള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് തുടങ്ങിയതിനോടുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. അല്ലാതെ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കുറഞ്ഞതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു വിഷമമോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടത്തോടു കൂടി ചെയ്യുക. ഒരിക്കലും ഏണിങ്സ് മനസ്സിൽ കണ്ടുകൊണ്ട് തുടങ്ങാതിരിക്കുക. പിന്നെ അതൊരു രസമായിട്ട് കാണുക. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അത് രസമായിട്ട് തുടങ്ങുക. ഇപ്പം ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന പലരും ആദ്യം തന്നെ യൂട്യൂബിനെ കുറിച്ച് നന്നായി പഠിച്ച് തംബ്നെയിൽ എങ്ങനെ സെറ്റ് ചെയ്യണം അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേങ്കിൽ എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊന്നും അറിയാതെയായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 6 വർഷം കഴിഞ്ഞ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് യൂട്യൂബിൻ്റെ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഷോർട്ട് വീഡിയോസിൻ്റെ കാര്യമാണ് പറയാൻ വിചാരിക്കുന്നത്. ഷോർട്ട് വീഡിയോസിൽ അത്യാവശ്യം കുറച്ച് വീഡിയോസിന് എനിക്ക് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇപ്പോഴും നല്ല മൂവിങ് ഉള്ള ഒരു വീഡിയോ ഉണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വീഡിയോ വെച്ചിട്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി. അതാണ് ഞാൻ ആ വീഡിയോ തന്നെ സെലക്ട് ചെയ്യാൻ തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ബ്രെഡിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് പലരും കണ്ടിട്ടുണ്ടാവും. ഏകദേശം 4 ലക്ഷത്തിൻ്റെ അടുത്ത് അതിനൊരു വ്യൂസ് ഉണ്ട്. 4 ലക്ഷം ആയിട്ടില്ല, 3.9 ലാക്ക്. അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 3,91,872 വ്യൂസാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ അതിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര 3 ലക്ഷത്തിൻ്റെ മുകളിൽ ആളുകൾ കണ്ട എൻ്റെ ഈ ഷോർട്ട് വീഡിയോന് ഏകദേശം എത്ര റവന്യൂ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ കരുതുന്നുണ്ടാവും. എന്നാലിത് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു കള്ളവും ഇല്ല കേട്ടോ, സത്യസന്ധമായിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം എനിക്ക് ഇങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇത്ര 1 ലക്ഷം ആകുമ്പോൾ കുറഞ്ഞതൊരു 10,000 കിട്ടും, അങ്ങനെയൊക്കെയാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 ലക്ഷം വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ കുറഞ്ഞതൊരു 30,000 രൂപയെങ്കിലും കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ നിന്ന് കിട്ടിയ ഡോളർ എന്ന് പറയുന്നത് 3.60 ആണ്. അപ്പോൾ ഡോളറിലാണ് നമുക്ക് നമ്മൾ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടാവും. അതിൽ നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും യൂട്യൂബ്. അപ്പോൾ അതിൽ നോക്കിയിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത്. ആ ഒരു വീഡിയോന് മാത്രം എനിക്ക് കിട്ടിയത് $3.60 അതായത് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കാണാം, ഡോളർ ടു ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞിട്ട് അടിച്ച് നോക്കിയാൽ കാണാം $3.60 എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് 300 രൂപയുടെ അടുത്ത് ആണ് എനിക്ക് ആ വീഡിയോന് കിട്ടിയത്. അതായത് 3 ലക്ഷത്തിൻ്റെ മുകളിൽ വ്യൂസ് ഉള്ള എൻ്റെ ആ ഷോർട്ട് വീഡിയോന് എനിക്ക് കിട്ടിയത് 300 രൂപയാണ് കേട്ടോ. അപ്പോൾ അതാണ് സത്യം. പക്ഷെ അതിലെനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം എനിക്ക് ആ വീഡിയോന് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചാനൽ നന്നായിട്ടൊന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നത് അതിൻ്റെ ബേസിലാണ്. കാരണം പലപ്പോഴും ലെങ്തി വീഡിയോസ് എനിക്ക് ഇടാൻ പറ്റാറില്ല. അങ്ങനെയുള്ള സമയത്ത് ചാനൽ നന്നായിട്ട് ഡൗൺ ആവാറുണ്ട്. അങ്ങനെ അപ്പോൾ ഒന്ന് ചാനൽ ആക്റ്റീവ് ആവുക എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ മാത്രമാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നത്. ഷോർട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സബ്സ്ക്രൈബേഴ്സിന് കിട്ടും കേട്ടോ. സാധാരണ ലെങ്തി വീഡിയോനെക്കാളും കൂടുതൽ ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്താണ് സബ്സ്ക്രൈബേഴ്സ് കയറുന്നത്. അതാണ് സത്യം. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നത്. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലെ 10,000 ലക്ഷങ്ങളൊന്നും ഷോർട്ട് വീഡിയോന് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്ന ചാനൽസ് ഉണ്ടാവും. പക്ഷേ എൻ്റെ വീഡിയോന്
എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഏണിങ്സ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ മറ്റൊരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം. അതിന് ഏകദേശം 53,000-ൻ്റെ മേലെ വ്യൂസ് കിട്ടിയതാണ്. 53,000-ൻ്റെ മേലെ വ്യൂസ് കിട്ടിയ ആ വീഡിയോന് എനിക്ക് കിട്ടിയ ഏണിങ്സ് എന്ന് പറയുന്നത് $0.13 അതായത് $1 പോലും കിട്ടിയിട്ടില്ല. അത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലോട്ടേക്ക് മാറുന്ന സമയത്ത് 11 രൂപയാണ് എനിക്ക് ആ വീഡിയോന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്ട് വീഡിയോസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. നമ്മളെ വ്യൂസിൻ്റെ 1% നമുക്ക് ഒരുപക്ഷെ റവന്യൂ കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും, ചാനൽ നല്ല ആക്റ്റീവ് ആവും. പിന്നെ അതുപോലെ നമ്മൾ സാധാ വീഡിയോനെക്കാട്ടും പകുതി സമയം പോലും വേണ്ട ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഷോർട്ട് വീഡിയോസിനെ കൊണ്ടുള്ള ഗുണങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്നതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തായാലും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.